നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടോ? ഇല്ല കേട്ടോ, ചെയ്തിട്ടില്ല. കാരണം അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യണം അങ്ങനെയാണ്. തെറ്റുകൾ ചെയ്തിട്ട് ശരി കണ്ടെത്തുന്ന രീതിയാണ് നമുക്കുള്ളത്. ഈ തെറ്റുകൾ ചെയ്യാതെ ശരി കണ്ടെത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, പക്ഷേ അത് തെറ്റ് ചെയ്തിട്ട് ശരി കണ്ടെത്തുന്നതിൻ്റെ അത്ര ശക്തമായിരിക്കില്ല, ഒരു ബോധ്യമായിട്ട് മാറിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ തെറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ അനുസരിക്കാതിരിക്കുക അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാതിരിക്കുക, അതൊക്കെ തെറ്റാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മനുഷ്യൻ, അപ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞെന്താ, ഒരു കാര്യം ചെയ്യരുതെന്നാണ്, വേറെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യന് വേറൊന്നും വേണ്ട, ഈ ഒറ്റ കാര്യം മതി അല്ലേ. ഇതാണ് മനുഷ്യൻ്റെ ജിജ്ഞാസ, ക്യൂരിയോസിറ്റി. അതാണ് മനുഷ്യനെ വളർത്തിയിട്ടുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് തന്നു ഇതാണ് ജീവിക്കേണ്ട രീതി, എന്നിട്ട് അതങ്ങ് വായിച്ച് അതുപോലെ അങ്ങോട്ട് പകർത്തി പോന്നിരുന്നെങ്കിൽ നമ്മൾ ആ പണ്ടത്തെ ഗുഹയിൽ തന്നെ ആയിരുന്നതിനെ ഇപ്പോഴും ജീവിക്കുന്നത്. വളർന്നതിൻ്റെ ഒരൊറ്റ കാരണതേ ഉള്ളൂ, നമ്മൾ തെറ്റുകൾ ചെയ്യുന്നു. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ ഇപ്പോൾ പറയാണ് ഇരുമ്പ് പറപ്പിക്കാൻ പറ്റില്ല, എന്നിട്ട് ഒരാൾ പറപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് തെറ്റല്ലെന്ന് വെച്ചാൽ തെറ്റാണ്, മൂടത്തല്ലേ. പക്ഷെ അങ്ങനെ പറപ്പിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ റൈറ്റ് ബ്രദേഴ്സ് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇവിടെ വിമാനം വന്നത് എന്ന് പറഞ്ഞതുപോലെ തല ഇങ്ങനെ ഒരു തോന്നിയാസം ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ആ തോന്നിയാസത്തിന് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മതത്തിൻ്റെ പേരിലായിരിക്കാം. അങ്ങനത്തെ ആളുകൾക്ക് പിന്നീട് സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പിന്നെ ആ തെറ്റ് ചെയ്യും. അവരുടെ നിയന്ത്രണത്തിൽ നിന്നും ഉപരിയായിട്ട് അതുതന്നെയാണ് മനുഷ്യന് സ്വർഗത്തിൽ സംഭവിച്ചെന്ന് ഓർക്കണം. അവിടെ വേണ്ടാന്ന് മനുഷ്യൻ ചിന്തിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. നമ്മളെ ബ്രെയിൻ നമ്മളെ സൂപ്പർസീഡ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മളുടെ ഇൻറ്റൻഷനാണ്. അതായത് നമ്മുടെ മനസ്സിൽ നന്നായി ജീവിക്കണം എന്നുള്ള ഉറച്ച തീരുമാനം നമുക്ക് വേണം. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിലൊക്കെ നിയ്യത്ത് എന്നൊക്കെ പറയും. ദൈവം മനസ്സിലേക്കാണ് നോക്കുന്നത്, പ്രവൃത്തിയിലേക്കല്ല. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളത് ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്തതല്ലെങ്കിൽ, അതുകൊണ്ടാണ് 100 ആളെ കൊന്നിട്ട് പുറത്തു കൊടുത്ത സ്റ്റോറിയുണ്ട്. ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഉണ്ട്, ഓൾഡ് ടെസ്റ്റമെൻറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അയാളെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അയാൾ അറിയാണ്ട് ചെയ്തു പോയി. നിങ്ങൾ തന്നെ പറ, ഒരു സിനിമയിൽ വില്ലൻ ഇല്ലെങ്കിൽ സിനിമ ഉണ്ടോ? അപ്പോൾ ആരെങ്കിലും ഒരാൾ വില്ലനായാലേ പറ്റൂ. അപ്പോൾ ദൈവം ചിലരെ വില്ലനാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവർ വില്ലത്തരം ചെയ്തിരിക്കും. അപ്പോൾ ആ വില്ലത്തരം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ കാലാകാലം വില്ലത്തരം ചെയ്യുകയാണെങ്കിൽ അത് അയാളെ ആത്യന്തികമായിട്ട് തകർക്കും. ഇപ്പോൾ ഹിറ്റ്ലർ എത്രയോ മനുഷ്യന്മാരെ കൊന്നു, ലാസ്റ്റ് എന്ത് ചെയ്താൽ സ്വയം അയാളുടെ മനസ്സ് അയാളെ കുത്തിപ്പറിക്കും. അപ്പോൾ നന്മ മനസ്സിൽ വെച്ചിട്ട് നീങ്ങുന്ന ആൾക്കാർ എന്തെങ്കിലും നന്മയിലേക്ക് എത്തുറപ്പാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വരും. ഇപ്പോൾ നിങ്ങളെന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഒരു ദുർബലതയായിരിക്കും കൂടുതൽ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുക, അതിന് സ്വതന്ത്രമാക്കി വിടാൻ തയ്യാറാണെങ്കിൽ. ഒരാൾക്ക് ഭയങ്കര സെക്ഷൽ ഡിസയറാണെന്ന് വെച്ചോ, അയാൾക്കറിയില്ല, ഭയങ്കര സെക്ഷൽ ഡിസയർ അയാൾക്ക് പിടിച്ചിട്ട് കിട്ടില്ല. അപ്പോൾ അയാളെ മതത്തിൻ്റെ പേരിലും പല രീതിയിൽ അയാൾ വരിഞ്ഞമർത്തി അയാളുടെ ആ ഒരു ദൗർബല്യത്തെ അയാൾ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അയാൾ ഉണ്ടാക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദൗർബല്യം ചില വൈകല്യങ്ങളായിട്ട് മാറണം. ചിലപ്പോൾ ആസ്ഥാനത്ത് കയറിയിട്ട് അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടാവില്ല മനുഷ്യരിലെ. ദുർബലമായ സമയത്ത് അയാളുടെ ഈ വൈകല്യം അയാൾ അടിച്ചമർത്തിയ കാലത്താൽ കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. അതിപ്പോൾ ഈ കുറ്റബോധം ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ചിലർ നന്നായതിന് ശേഷം പിന്നെ പഴയ കാലത്ത് എന്തെങ്കിലും ചെയ്തെത്തിയിട്ടുണ്ടോ? ആ തെറ്റിനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഖേദിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ ചില മതങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നരകം എന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷ, അത് ചെറിയൊരു കാര്യത്തിന് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന. നരകത്തിലൊക്കെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പാണ് പോലെ. ആ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ തലച്ചോറ് തിളക്കും. ആലോചിച്ച് മനുഷ്യന്മാരുടെ ആ ഒരു അവസ്ഥ. അപ്പോൾ ഈ മനുഷ്യൻ മരിക്കാൻ പേടിക്കണം. അയാൾ ഈ പറഞ്ഞ ശിക്ഷകൾക്കെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ പഠിച്ചത് എന്താണെന്നറിയോ? ഞാൻ പഠിച്ചത് നന്മയും തിന്മയും കൂടെ തുലാസിൽ തൂക്കുകയാണ് പോലും. അപ്പോൾ 49 തിന്മ നിങ്ങൾ ചെയ്തോ, 51 നന്മയാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. അതായത് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിലുള്ള എല്ലാ കാരുണ്യവും കൂടി നിറച്ചാൽ പോലും അതിനേക്കാൾ ഉപരിയാണ് എന്ന് പറഞ്ഞു. എത്രക്കും കരുണയുള്ള ദൈവം നല്ല രീതിയിൽ. അതായത് നമുക്ക് തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യം തരുന്ന ദൈവം എന്നാൽ ഇൻറ്റൻഷൻ കറക്റ്റായിരിക്കണം. മനസ്സിലായോ? ഇൻറ്റൻഷൻ നീയത്ത് കറക്റ്റായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന. അതിൽ ഈ ഖേദിക്കുക എന്ന് പറയും, കുറ്റപ്പെടുത്തലും ഖേദവും വ്യത്യാസമുണ്ട് കേട്ടോ. ഖേദം എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം, അതൊക്കെ അത് വേണം. അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞ് തെറ്റാന്ന് ബോധ്യപ്പെടുത്തണം. ഇനിയും ഞാൻ ചെയ്യുമെന്ന് പറയുന്നത് അത് അഹങ്കാരം, അവന് പണി കിട്ടും. അതല്ല, തെറ്റ് ചെയ്തിട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മനസ്സിലായി ഇനി അത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു, 100% ഉറപ്പിച്ചു, ആത്മാർത്ഥമായിട്ട് ഉറപ്പിച്ചു. എന്നിട്ട് വീണ്ടും അത് പോയി ചെയ്തെന്നിരിക്കും. കാരണം മനുഷ്യരല്ലേ, ആ തീരുമാനിച്ചുറപ്പിച്ച മാനസികാവസ്ഥ ആയിരിക്കില്ല മനുഷ്യനെ പിന്നീട് ഉണ്ടാവുക.
പിന്നെയും തെറ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ വീണ്ടും ഉറപ്പിക്കും. അല്ലേ, 100 ആളെ കൊന്നപ്പോൾ പറഞ്ഞപ്പോൾ അയാൾ ഓരോ ആളെ കൊന്നപ്പോഴും ഇനി കൊല്ലില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ പിന്നെന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ബ്രെയിൻ, ഇപ്പോൾ സൈക്കോപാത്ത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, അത് എമ്പതി സിമ്പതി ഫീൽ ചെയ്യാതെ ഇവർക്ക് ചോര കാണുമ്പോഴാണ് നമ്മൾ പല നല്ല വികാരങ്ങളുടെ ഉണരാം. അത് അയാളുടെ ബ്രെയിൻ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആ കാരണത്താൽ അയാൾ ചെയ്യുന്നത് തെറ്റാന്ന് അറിഞ്ഞിട്ടും അയാളുടെ ബ്രെയിനെ അയാളെ കൂടി ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളത്, നമ്മൾ ലക്ഷ്യം ആത്മാർത്ഥമായ രീതിയിൽ എനിക്ക് നന്മയാണ് എനിക്കും മറ്റുള്ളവർക്കും വേണ്ടതെന്ന് ഉറച്ച തീരുമാനം. എന്നിട്ട് നമ്മൾ അറിയാണ്ട് ചെയ്തു പോണ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള കാരണത്താൽ ചില പാരമ്പര്യ വിഷയങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഭാരമായ ദേഷ്യമാണ്. ചില സമയത്ത് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ പറയാം ഒരു ഫാദറിൻ്റെ ദേഷ്യമാണ്, അല്ലെങ്കിൽ ഫാദറിൻ്റെ ദേഷ്യമാണ്, അല്ലെങ്കിൽ മദറിൻ്റെ ഫാദറിൻ്റെ ദേഷ്യമാണ്, അല്ലെങ്കിൽ അമ്മാവിൻ്റെ ദേഷ്യമാണ് എന്നൊക്കെ പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള അത്തരം ദുർബലതകളെല്ലാം മനുഷ്യന്മാർ മരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ദുർബലതകളുടെ അടിമയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ കേസിലാണെങ്കിൽ അടിമ എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ അടിമയാണ്. ബ്രെയിൻ പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് തീർത്തില്ല. ഇതിൻ്റെയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം തോന്നിയാസം ചെയ്യാനുള്ള ലൈസൻസ് ആക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നേ വരെ കുറ്റബോധമുണ്ടായ കാരണത്താൽ ഒരു മനുഷ്യനും തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല. കുറ്റബോധം അയാൾ ആ കൂടുതൽ തെറ്റിലേക്ക് വലിച്ചടിപ്പിക്കുന്നതായിട്ട് കണ്ടുള്ളത്. ദാറ്റ് സൈക്കോളജി. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ തെറ്റിനെ ആദ്യം മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അത് ചെയ്യരുത്. ബ്രെയിനെ സംബന്ധിച്ചോളം ആ ചിത്രവും ശബ്ദവും ഫീലിങ്ങും ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്തതിന് തുല്യം. അപ്പോൾ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കുറ്റത്തെക്കുറിച്ച് ഇന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റീഇൻവൈറ്റ് ചെയ്യണം. ആ ഒരു ഇൻസിഡൻറ്റിനെ അയാളുടെ മനസ്സിലേക്ക്, ആ ഫീലിങ്ങിനെ, ചിത്രത്തെ, ശബ്ദത്തെ അയാൾ വീണ്ടും റീലീവ് ചെയ്യണം. ആ ജീവിതം വീണ്ടും ജീവിക്കണം. അയാളുടെ ബ്രെയിനിൽ വീണ്ടും അത് ആക്റ്റീവാണ്. അയാൾ വീണ്ടും ആ തെറ്റ് ചെയ്യാനുള്ള ശക്തി അയാളിൽ കൂടുകയാണ്. അയാൾ പിന്നെ തെറ്റ് അയാളുടെ അനിയന്ത്രിതാവസ്ഥയിൽ ചെയ്തു പോകണം എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായി? മതപരമായും ഞാൻ തൗബ എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചവർ ഞാൻ ഇപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് ഐ നോ മോർ അബൌട്ട് ഇറ്റ്. പക്ഷേ എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെ പറയുന്നത്. നമുക്ക് പുറത്തു കൊടുക്കണം. ഒരു കാരണവശാലും ഒരു കാരണവശാലും എത്ര വലിയ വൻ പാപമാണ് ചെയ്തെങ്കിൽ പോലും ബുദ്ധി ഉറക്കാത്ത, വിവേകമില്ലാത്ത, തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് പുറത്തു കൊടുക്കാം. അതിനുവേണ്ടി പശ്ചാത്തപിക്കാൻ അത് ബദലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ അതിങ്ങനെ നമുക്ക് അവിടെ പോയി ശരിയാക്കാൻ പറ്റില്ലല്ലോ. അതിന് ബദലായിട്ടുള്ളത് ചെയ്യാം. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ ചെയ്തത് ആലോചിച്ചിട്ട് നമ്മളോട് വെറുപ്പിൻ്റെ ഒരു കണിക പോലും പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഐ എം ജസ്റ്റ് എ ഹ്യൂമൻ. ഞാനൊരു അടിമയാണ്, എൻ്റെ ബ്രെയിനിൻ്റെ അടിമയാണ്. ആ സമയത്ത് ഞാനത് ചെയ്തു, ശരിയാവും. അത് എന്തുകൊണ്ട് വെച്ചാൽ ഐ എം ഡിസൈൻഡ് ടു ദാറ്റ്. നേരത്തെ പറഞ്ഞില്ല, ആദം സ്വർഗത്തിൽ തെറ്റ് ചെയ്തു. എന്താണ്? ഹീ ഈസ് ഡിസൈൻഡ് ടു ഡു ദാറ്റ്. അയാളെ ബ്രെയിൻ അങ്ങനെ ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, അതിലൂടെ വളരുന്ന ഒരു പ്രതിഭാസം ഹ്യൂമൻ. ആ ഹ്യൂമനിൽപ്പെട്ട ആളായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മാലാഖയായിരുന്നു തന്നെ. മാലാഖ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യില്ല, ഇറ്റ് ഗോസ് വിത്ത് എ പ്രോഗ്രാം. അപ്പോൾ അങ്ങനത്തെ ഒരാളല്ലല്ലോ, ഞാൻ ജസ്റ്റ് എ ഹ്യൂമൻ. അപ്പോൾ എനിക്ക് നന്നാവണം, യാതൊരു സംശയമില്ല. ഈ തെറ്റുകൾ തുറന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ചെയ്തു പോയ തെറ്റുകൾ എൻ്റെ നന്മയിലേക്കുള്ള എൻ്റെ വാതിൽ, അതിനേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർണ്ണമായിട്ട് ഞാൻ അതിനെ ഉൾക്കൊണ്ട്, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് തെറ്റുകൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി അത് ആവർത്തിക്കില്ലെന്ന് മാത്രമല്ല, ആ തെറ്റുകളെ ഇനി മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പോലും ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കിയത് ഞാനെന്നാ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ പോസിറ്റീവ് സൈഡുണ്ടല്ലോ, ആ ചെയ്ത തെറ്റിൽ നമുക്ക് എത്രമാത്രം ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്, എത്രമാത്രം അവെയർനെസ് വന്നിട്ടുണ്ട്. ഞാനൊരു മൂഢനല്ല, ബോധ്യമുള്ളവനാണ്. എൻ്റെ ആ ബോധ്യം ഉണ്ടായതെന്തുകൊണ്ടാണ്? മറ്റാരൊക്കെയോ എഴുതി പിടിപ്പിച്ച നിയമങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു പോയിരുന്നെങ്കിൽ ഞാനൊരു യന്ത്രത്തെ പോലെ അതിന് മനസ്സിലാക്കിയാണ്. ഞാൻ ചെയ്തു പോയ തെറ്റിൽ നിന്ന് എനിക്ക് കൃത്യമായി ബോധ്യം വന്നുകൊണ്ട് എനിക്കതിനെ ഇപ്പോൾ വളരെയധികം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. കുറ്റബോധം തെറ്റാണ്. ദാറ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നമ്മൾ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക, തെറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന വിഭാഗമാണെന്ന് മനസ്സിലാക്കുക, ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി ജീവിക്കാനുള്ള പരിശ്രമം, ആത്മാർത്ഥമായ പരിശ്രമം, അതുമായിട്ട് മുന്നോട്ട് പോവുക. ആ ആത്മാർത്ഥമായ പരിശ്രമത്തിന് നമ്മൾ മുൻകാലത്ത് ചെയ്തു പോയ നമ്മളല്ലാണ്ട് നമ്മുടെ ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാരണത്താലും
നേച്ചർ ആൻഡ് നെർച്ചർ എന്ന് പറയും. മുൻകാലത്ത് 7 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ആ കാരണത്താലും ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്വയം 1 ഇഞ്ച് പോലും, ഒരു കണിക പോലും, 1% പോലും, 0.000000001% പോലും സ്വയം കുറ്റപ്പെടുത്താതെ അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി ജീവിക്കുന്ന മനുഷ്യരാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ആ തെറ്റുകൾ പോലും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിരുന്നു എന്നുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ്.